നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രാവിലെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പണിയില്ല. നമ്മൾ പണിയുണ്ടെന്ന് വെച്ചാൽ നേരത്തെ എത്തി, പക്ഷെ ഒന്നും പണിയില്ല. സമയം ഏകദേശം 5:50 ആയി. രാവിലെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. സമയം ഇത്രയും നേരത്തെ അതിൻ്റെ വലിയ സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല, സൂര്യൻ വന്നിട്ടില്ല. സൂര്യൻ ചേട്ടൻ വരാൻ സമയമാവുന്നുള്ളൂ. ഞാൻ തന്നെ വീട്ടിൽ പോട്ടെ. വിഷുവിനെ വിളിച്ചിട്ട് ബാക്കിയുള്ള ചെയ്യേണ്ട കുറച്ച് ബുക്കും വായിച്ചിരിക്കാം. സമയം ഇഷ്ടംപോലെ എണ്ണി നോക്കാൻ നമ്മുടെ കിണർ പോയി നോക്കാം. വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാതിരുന്നിട്ട് വൃത്തിയാക്കിയതല്ലേ. അപ്പോൾ വറ്റിച്ച സ്ഥിതിക്ക് വെള്ളം കയറുന്നുണ്ടോ, ചിലപ്പോൾ സമയമെടുക്കും കയറാനായിട്ട്. നോക്കാം. കുറച്ച് വെള്ളം കയറ്റുള്ളൂ കേസ്, ഇപ്പോൾ സമയമെടുക്കും കയറാനായിട്ട്. അപ്പോൾ കേസ് നമ്മൾ നിശ്ചയം കഴിയാത്തതുകൊണ്ട് രാവിലെ ഇപ്പം നേരത്തെ എണീറ്റിട്ട് ഇപ്പോൾ വീണ്ടും കിടന്നുകൊണ്ട് ഇപ്പം എണീറ്റുള്ളൂ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് റബ്ബറോട്ടായിരുന്നത്. അതിപ്പോൾ ഞാനിപ്പോഴാണ് അറിയണത്. എന്തായാലും നിശ്ചയം രാവിലെ ഇപ്പോൾ കഞ്ഞിയും പറഞ്ഞുണ്ടാകുമ്പോൾ പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റബ്ബറോട്ടും ചേച്ചിയും പിടിച്ചു പറഞ്ഞു, അവൾക്ക് വയ്യാത്തല്ല, അപ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ട, അവരെന്തെങ്കിലും കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എന്തായാലും അവർ കൊണ്ടുതരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിശ്ചയം അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ കഴിച്ചിരുന്ന ഉപ്പുമാൻ്റെ ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താണ് കഴിക്കാനായിട്ട് രാവിലത്തേക്ക്. പിന്നെ നമ്മളെ മാവിൽ നിന്ന് മാങ്ങ വീണത് നിശു വെട്ടി നോക്കിയപ്പോൾ ചെറുതായിട്ട് പഴുത്തുണ്ട്. ശേഷം നല്ല പുളിയുണ്ട്. താളി മാങ്ങയോട് സംബന്ധം ടേസ്റ്റൊക്കെയാണ്. പഴുത്താൽ പുളി ടേസ്റ്റ്, പക്ഷെ പഴുത്തും പുഴു വരും. ഒരു നിശു മാവിൽ ഫുള്ളും ഭയങ്കര പുഴു കേസ് വീഴാണ്. പക്ഷെ എല്ലാം ഭയങ്കര പുഴുവാണ്. തേങ്ങയ്ക്ക് ഇന്നലെ രാത്രി മുതൽ വൈകുന്നേരം കൂടിയിട്ട് തീരെ വയ്യാതിരിക്കായിരുന്നു. അപ്പോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉറക്കം പോയി ശരിയാവില്ല പറഞ്ഞിട്ട് തേങ്ങ അടുത്ത് പറയാതെ ഉറക്കം വെച്ചിരിക്കുകയായിരുന്നു രാത്രിയൊക്കെ. ആ സമയത്ത് തേങ്ങ റബ്ബറോടുന്ന ചേട്ടനെ ചേച്ചി വിളിച്ചു പറഞ്ഞു, അവർക്ക് തീരെ വയ്യ, രാവിലെ റബ്ബർ എടുക്കാം, പാലെടുക്കാൻ വയ്യെന്ന് പറഞ്ഞു. അതവന് വെട്ടായിരുന്നു അവർ രാവിലെ. ഞാനിത് അറിഞ്ഞിട്ടില്ല, ഞാനിപ്പോഴാണ് അറിയണത്. അവർ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത്. അവരെന്തായാലും ഫുഡൊക്കെ കൊണ്ടുത്തരാന്ന് പറഞ്ഞു. പണി കുക്ക് ചെയ്യണ്ട, കഞ്ഞി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ കഞ്ഞിയും പയറും വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ തലവേദന കാരണം എണീറ്റിട്ട് വീണ്ടും കിടക്കുകയാണ് ചെയ്തത്. മൈഗ്രൈൻ തലവേദനയാണ്. മൈഗ്രൈൻ തലവേദനയല്ലേ നിനക്കിപ്പോൾ? മൈഗ്രൈൻ തലവേദന കൂടിയിട്ട്